വെൽക്കം ടു ദ ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ ഒരു യൂണിറ്റ് ടെസ്റ്റാണ് നടത്തുന്നത്. സെൽഫ് അസസ്മെൻറ്റ് ബേസിസിലാണ്. അതായത് നിങ്ങൾ തന്നെ ഒരു ഉത്തരപേപ്പർ എടുത്ത് ഉത്തരങ്ങൾ എഴുതുക. കറക്റ്റ് ആൻസർ കാണിക്കുമ്പോൾ അതനുസരിച്ച് ഉള്ള മാർക്ക് നിങ്ങൾ തന്നെ അടയാളപ്പെടുത്തുക. ഓക്കെ, 30 മാർക്കിലാണ് ചോദ്യം. ഓക്കെ, Question 1. The account prepared to distribute the profit among partners is called dash. ഇതിലേതാണ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് വീതിക്കാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ? ഇതിലേതാണ് ശരിയായ ആൻസർ? നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആൻസർ അടയാളപ്പെടുത്തുക, ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, ആൻസർ ഈസ് സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ശരിയാണെങ്കിൽ 1 മാർക്ക് ഇടുക, ശരിയിട്ടിട്ട് 1 മാർക്ക് ഇടുക. ഓക്കെ, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ചോദ്യം, ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ ഫേം ഇൻക്ലൂഡ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉൾപ്പെടുന്നു? ഓപ്ഷൻസ്: ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. രണ്ടാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ശരിയായ ഉത്തരം, നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. ഓക്കെ, ആൻസർ ഇസ് സി, ദറ്റ് ഈസ് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 അക്കൗണ്ടുകളും ഉൾപ്പെടുന്നതാണ് ഒരു ഫേമിൻ്റെ, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ്. ശരിയാണെങ്കിൽ 2 സ്കോർ കൊടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഐറ്റംസ് റെക്കോർഡഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇൻക്ലൂഡ്. താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്? എ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓൺലി, അത് മാത്രമേ ഉള്ളൂ, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ബി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി ഓർ കമ്മീഷൻ ഓഫ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് ഈ 4 ഐറ്റംസ്. മൂന്നാമത്തെ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി ഓർ കമ്മീഷൻ ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ഡ്രോയിങ്സ്. ഈ 5 ഐറ്റംസ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റും കംപ്ലീറ്റുമായിട്ടുള്ള ആൻസർ? ഓക്കെ, അതാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്, നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ആൻസർ ഇസ് ബി, that is interest on capital, interest on drawings, salary and commission of partners. Drawings ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരില്ല. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മാത്രമല്ല അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ബി ആണ് കറക്റ്റായ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. ദ ആവറേജ് പീരിയഡ് ടു കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്വാർട്ടർലി ഡ്രോയിങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്വാർട്ടർ ഈസ്. ക്വാർട്ടർലി ഡ്രോയിങ്സിൻ്റെ, ഫിക്സഡ് ക്വാർട്ടർലി ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആവറേജ് പീരീഡ് എത്രയാണ്? ഡ്രോയിങ്സ് നടത്തുന്ന എൻഡ് ഓഫ് ദ ക്വാർട്ടറിലാണെങ്കിൽ എത്രയാണ് ആവറേജ് പീരീഡ് കണക്കാക്കേണ്ടത്? എ 7.5 months, ബി 6.5 months, സി 5.5 months ആൻഡ് ഡി 4.5 months. നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക. ഓക്കെ, ആൻസർ ഇസ് ഡി, 4.5 months. ശരിയാണെങ്കിൽ 1 സ്കോർ, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഓക്കെ,
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Calculate interest on capital at the rate of 9% per annum for the year ending 31/12/2019 from the following details. താഴെ പറയുന്ന ഡീറ്റെയിൽസിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 9% റേറ്റിൽ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എ പാർട്ട്ണർ ഹാഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ₹2 lakh ഇൻ ഹിസ് ക്യാപിറ്റൽ. അതായത് 1/1/2019 അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് 2 ലക്ഷം രൂപ. He introduced additional capital of ₹40,000 on 1/10/2019. 1/10/2019 അയാൾ അഡീഷണൽ ക്യാപിറ്റൽ 40,000 രൂപ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ ക്യാൽക്കുലേഷൻസ് നിങ്ങളുടെ ഉത്തര പേപ്പറിൽ എഴുതുക. എന്നിട്ട് ശരിയായ ഉത്തരം ഏതാണെന്ന് ഇവിടെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ 20,000, ബി 17,100, സി 18,900, ഡി 20,900, ഇ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആൻസർ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കുക. ആൻസർ: ഓപ്പണിംഗ് ക്യാപിറ്റൽ 2 ലക്ഷമാണ്. അഡീഷണൽ ക്യാപിറ്റൽ 40,000. അതിൻ്റെ പീരീഡ് 1/10 മുതൽ 31/12 വരെ 3 മാസം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% പെർ ആനം, ഒരു വർഷം 9%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റലും കൂടി കൊണ്ടുവരുന്നുണ്ട്. രണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ ആദ്യത്തെ ബ്രാക്കറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 lakh ഇൻറ്റു 9/100 പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 40,000 ഇൻറ്റു 9/100 ഇൻറ്റു പീരീഡ് 3/12. ഓക്കെ, that is equal to 18,000 plus 900 is equal to 18,900. ഓക്കെ, ആ സ്കോർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ആ സ്റ്റെപ്പിന് ഓരോ സ്റ്റെപ്പിനും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 സ്കോർ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ആകെ മുഴുവൻ ശരിയാണെങ്കിൽ 4 സ്കോർ ലഭിക്കുന്നു. ആൻസർ ഈസ് സി. ആൻസർ ഈസ് സി, 18,900 ആൻഡ് സ്കോർ 4. ആകെ സ്കോർ 4. ഓക്കെ, കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ കറക്ഷൻ വരുത്തുക, ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ എങ്കിൽ അതനുസരിച്ചുള്ള മാർക്ക് കൊടുക്കാം. ഓക്കെ, ആറാമത്തെ ചോദ്യം. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി 1 അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് പാർട്ട്ണർ. സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു പാർട്ട്ണർക്ക് ഒരു അക്കൗണ്ട് വെച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്യുകയുള്ളൂ. ആൻസർ: ഓപ്ഷൻസ് ട്രൂ ആണോ ഫാൾസ് ആണോ? 2 ഓപ്ഷൻസ് ആണുള്ളത്. ശരിയോ തെറ്റോ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക. ആൻസർ: ഇറ്റ് ഈസ് ഫാൾസ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഫാൾസ് ബിക്കോസ് 2 അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്സും കറണ്ട് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്കോറാണ് അതിൻ്റെ മാർക്ക്. ഓക്കെ, ശരിയാണെങ്കിൽ ഒരു മാർക്ക് ഇടുക, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഏഴാമത്തത്. എക്സ്, വൈ, ഇസഡ് ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. എക്സും വൈയും ഇസഡും ഈക്വൽ പാർട്ട്നേഴ്സാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:1:1. ദെൻ ഇസഡ് ഇസ് ഗ്യാരണ്ടീഡ് ഓഫ് എ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ₹50,000 എവറി ഇയർ ബൈ ദ അതർ പാർട്ട്നേഴ്സ്. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ചേർന്ന് ഇസഡിന് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് എല്ലാ വർഷവും 50,000 രൂപ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കും എന്നാണ് ഗ്യാരണ്ടി. In 2019, the firm earned a net profit of ₹3 lakhs. ഫേമിൻ്റെ 2019 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. ദെൻ ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു ബി ഗിവൺ ടു ഇസഡ് ഈസ് ഡാഷ്. ഇതിലേതാണ് ഇസഡിന് കൊടുക്കേണ്ട, ആ വർഷം കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് നിങ്ങൾ ഉത്തര പേപ്പറിൽ അടയാളപ്പെടുത്തുക. ഉത്തര പേപ്പറിൽ രേഖപ്പെടുത്തുക. എ 50,000, ബി 1 ലക്ഷം, സി 60,000, ഡി 25,000. ഇതിലേതാണ് ശരിയായ ആൻസർ? ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ ഉത്തര പേപ്പറിൽ കാണിക്കുക. അതിനുശേഷം മാത്രം അതിൻ്റെ ആൻസറിലേക്ക് കിടക്കുക. സോ ആൻസർ: ഗ്യാരണ്ടീഡ് എമൗണ്ട് 50,000 ആൻഡ് ഗ്യാരണ്ടി റിസീവർ ഇസഡ്. അത്രയും എഴുതിയ ഒരു മാർക്ക് കൊടുക്കാം. ഫേംസ് പ്രോഫിറ്റ് 3 lakhs. ഇസഡ്സ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. 3 ലക്ഷം ഇൻറ്റു
1/3 അയാളുടെ ഷെയർ. ഓക്കെ, 1 lakh. ആ 1 ലക്ഷം കണ്ടുപിടിച്ചാൽ 1 മാർക്ക് കൊടുക്കാം. ഇറ്റ് ഈസ് ഹയർ ദാൻ ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്. ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കൂടുതലാണ് അയാളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. സോ ഏത് കൊടുത്താൽ മതി? ഗ്യാരണ്ടീഡ് എമൗണ്ട് ആണോ? അല്ല. സോ ₹1 lakh is payable to Z as share of profit. അതുകൊണ്ട് ഇസഡിന് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ട് 50,000 കൊടുത്താൽ പോരാ, ഗ്യാരണ്ടീഡ് എമൗണ്ട് പോരാ, അയാളുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടുതലായതുകൊണ്ട് ആ 1 ലക്ഷം തന്നെ കൊടുക്കണം. അതാണ് ആൻസർ. ഓക്കെ, ആ 1 ലക്ഷത്തിന് 1 മാർക്ക്. ഓക്കെ, അങ്ങനെ ആകെ 2 മാർക്കാണ് അതിന് ആകെയുള്ളത്. അപ്പോൾ ആൻസർ ബി, ₹1 lakh. ടോട്ടൽ 2 സ്കോർ. ഓക്കെ, വേണ്ട കറക്ഷൻസ് വരുത്തുക തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. P and Q are equal partners. After preparing the final accounts for the year 2019, it was later found that the interest on capital of P ₹2,000 and Q ₹3,000 was omitted to be recorded. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പിയും ക്യൂവും കണ്ടെത്തി അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,000 3,000 വെച്ച് രേഖപ്പെടുത്താൻ വിട്ടുപോയി എന്ന് കണ്ടെത്തി. അവർ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഓക്കെ, ദ സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി ടു റെക്ടിഫൈ ദിസ് എറർ. ഈ തെറ്റ് തിരുത്താൻ ആവശ്യമായ ഒറ്റ സിംഗിൾ അഡ്ജസ്റ്റിംഗ് എൻട്രി റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഏതാണെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഡെബിറ്റ് പീസ് ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റ് ക്യൂസ് ക്യാപിറ്റൽ ₹500, അതായത് പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 500 അതാണോ? ബി, ഓപ്ഷൻ ബി ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 500. ഓപ്ഷൻ സി പീസ് ക്യാപിറ്റൽ ആൻഡ് പീസ് ക്യാപിറ്റൽ ഡെറ്റർ 5,000 ടു ക്യൂസ് ക്യാപിറ്റൽ 5,000 ആണോ? അതല്ലെങ്കിൽ ഡി ക്യൂസ് ക്യാപിറ്റൽ ഡെറ്റർ ടു പീസ് ക്യാപിറ്റൽ 5,000. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ? ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ നടത്തുക, ആ നെറ്റ് ഇഫക്റ്റ് കണ്ടെത്തുക, അതിനുശേഷം ജേണൽ എൻട്രി എഴുതി നോക്കുക. ജേണൽ എൻട്രി എഴുതി നോക്കിയതിന് ശേഷം ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് കണ്ടെത്തി അതിൻ്റെ ജേണൽ എൻട്രി എഴുതിയ ശേഷം നിങ്ങളിതിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആൻസർ omitted items, interest on capital and interest on capital of P and Q. Ratio is 1:1. Calculation of net effect, particulars column, P ക്ക് ഒരു എമൗണ്ട് കോളം, Qന് ഒരു എമൗണ്ട് കോളം, ഫേമിന് ഒരു എമൗണ്ട് കോളം, 3 എമൗണ്ട് കോളംസ് ഒരു particulars കോളം. ക്രെഡിറ്റ് റിക്വയർഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ് ക്യാപിറ്റലിൽ. അപ്പോൾ അത് ക്രെഡിറ്റ് റിക്വയർഡിന് താഴെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2 lakh, 2,000 പിയുടെ കോളം, 3,000 ക്യൂവിൻ്റെ കോളം. ഓക്കെ, ടോട്ടൽ 5,000. വേറെ ഐറ്റംസ് ഒന്നുമില്ല, ആകെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലേ വിട്ടുപോയിട്ടുള്ളൂ. ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്, ഒരു ചിലവാണ്. ഓക്കെ, അപ്പോൾ ആ നഷ്ടം അല്ലെങ്കിൽ ആ ചിലവ് പാർട്ട്നേഴ്സ് ആ നഷ്ടം ഷെയർ ചെയ്യും. എങ്ങനെ? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, ആ 1:1 എന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യും. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് റിക്വയർഡിൻ്റെ കോളത്തിൽ അത് എഴുതും. ഡെബിറ്റ് റിക്വയർഡ് ഷെയർ ഓഫ് ലോസ് 5,000നെ 1:1 ഷെയർ ചെയ്യുന്നു. 2 പേർക്കും 2,500 വെച്ച് എഴുതുന്നു. അടുത്ത നെറ്റ് ഇഫക്റ്റ് കണ്ടുപിടിക്കുന്നു. ക്രെഡിറ്റ് റിക്വയർഡിൽ നിന്ന് ഡെബിറ്റ് റിക്വയർഡ് കുറയ്ക്കുന്നു. ഓക്കെ, പിയുടെ കോളം 2,000 മൈനസ് 2,500, നെഗറ്റീവ് ഫിഗർ കിട്ടും, -500. ഓക്കെ, ക്യൂവിൻ്റേത് 3,000 മൈനസ് 2,500, പോസിറ്റീവ് സംഖ്യ തന്നെ കിട്ടും 500. നെഗറ്റീവ് സംഖ്യയ്ക്ക് ഡെബിറ്റ് എന്നും പോസിറ്റീവ് സംഖ്യയ്ക്ക് ക്രെഡിറ്റ് എന്നും രേഖപ്പെടുത്തുന്നു. അതേപടി ജേണൽ എൻട്രി എഴുതുന്നു. ഡെബിറ്റ് എന്ന് രേഖപ്പെടുത്തിയ പിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റ് ചെയ്യുന്നു. ടു ക്യൂവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, അത് ക്രെഡിറ്റ് ചെയ്യുന്നു. ടു ക്യൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 500, എമൗണ്ട് 500 തന്നെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഡെബിറ്റ് പീസ് ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റ് ക്യൂസ് ക്യാപിറ്റൽ വിത്ത് ₹500 അതാണ് ശരിയായ ആൻസർ. ഈ സ്റ്റേറ്റ്മെൻറ്റിലെ കാൽക്കുലേഷൻ നടത്തി നെറ്റ് ഇഫക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റിലൂടെ അല്ലാതെയോ നെറ്റ് ഇഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കണം. അതിന് 2 മാർക്ക്, ജേണൽ എൻട്രി എഴുതുന്നതിന് 2 മാർക്ക്, അല്ലെങ്കിൽ ശരിയായ ഓപ്ഷൻ എഴുതുന്നതിന്
2 മാർക്ക്. ഈ കാൽക്കുലേഷൻ ഇല്ലാതെ എൻട്രി മാത്രം എഴുതിയാൽ അതിന് 2 മാർക്കേ ലഭിക്കുകയുള്ളൂ. ഓക്കെ. 9ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് at the rate of 10% per annum from the following details using sum of products method for the year ending 31/12/2019. താഴെ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ 31, 2019 അവസാനിച്ച അക്കൗണ്ടിംഗ് ഇയറിലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 10% റേറ്റിൽ കണ്ടെത്തുക. എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് ആർ 10,000 1/1/2019 നടത്തി, 30,000 1/7/2019 അതിൻ്റെ ഡേറ്റ്, ആൻഡ് റുപ്പീസ് 15,000 15,000 വിത്ഡ്രോ ചെയ്ത് 30/11/2019. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ തയ്യാറാക്കി ചെയ്തതിന് ശേഷം മാത്രം ശരിയായ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എഴുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം. ഓപ്ഷൻസ് 26,250, 2,625, 31,500. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആൻസർ. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ആ ആൻസർ കാൽക്കുലേഷൻസും ചെയ്തതിന് ശേഷം മാത്രം ഉത്തരത്തേക്ക് കിടക്കുക. സോ ആൻസർ ഈസ് rate of interest is equal to 10% per annum on drawings. Calculation of sum of products. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി 4 കോളംസ് ഉണ്ട്. ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ്, എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്, പീരിയഡ് ടിൽ 31/12, ദെൻ പ്രോഡക്റ്റ്. 1/1/2019 10,000 രൂപ പിൻവലിച്ചു. 12 മാസമാണ് അതിൻ്റെ പീരീഡ്. 1/1 മുതൽ ഡിസംബർ 31 വരെ. പീരീഡിനെ എമൗണ്ട് കൊണ്ട് ഗുണിച്ച് 1,20,000 കിട്ടി. 1/7/19 രണ്ടാമത്തെ ഡ്രോയിങ്സ് 30,000 രൂപ. 6 മാസമാണ് പീരീഡ്. 1/7 മുതൽ 31/12 വരെ. ഈ 30,000നെ 6 കൊണ്ട് ഗുണിച്ച് 1,80,000 കിട്ടി പ്രോഡക്റ്റിൻ്റെ കോളത്തിൽ. മൂന്നാമത്തെ ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് 30/11/2019, എമൗണ്ട് 15,000 ആണ്. പീരീഡ് 1 മാസമാണ്. നവംബർ 30 എന്ന് പറഞ്ഞാൽ ഡിസംബർ 1 തുല്യമാണ്. ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ ഒറ്റ മാസം. അപ്പോൾ 1 കൊണ്ട് ഗുണിച്ച് 15,000 കിട്ടി. അങ്ങനെ ആകെ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ സം ഓഫ് പ്രോഡക്ട്സ് 3,15,000 കിട്ടി. ഓക്കെ. ഇത്രയും ശരിയാണെങ്കിൽ 2 മാർക്ക്. ഈ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ 2 മാർക്ക്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ദാറ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റിൻ്റെ സ്ഥാനത്ത് 3,15,000 ഇൻറ്റു റേറ്റ് ബൈ 100 10% ആണ്. 10/100 ഇൻറ്റു 1/12 ഒറ്റ മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2,625. ഓക്കെ. ഈ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ, ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ അതിനും 2 മാർക്ക്. അങ്ങനെ ആകെ 4 മാർക്ക്. ഓക്കെ. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കറക്ഷൻ വേണ്ടത് തിരുത്തുക, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയെങ്കിൽ അത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ കറക്റ്റായിട്ട് ആൻസർ വന്നിട്ടുള്ളെങ്കിൽ അതിന് 2 മാർക്ക് കൊടുക്കുക. 10ാമത്തെ ചോദ്യം, അനു ആൻഡ് ബിനു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. അനുവും ബിനുവും പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. ഈക്വൽ അല്ല, 3:2. ദ ഹാഡ് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് റുപ്പീസ് 1 lakh ആൻഡ് റുപ്പീസ് 2 lakh റെസ്പെക്റ്റീവ്ലി ഓൺ 1/1/2019. 1/1/2019 അവരുടെ ക്യാപിറ്റൽ ബാലൻസുകൾ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് 1 ലക്ഷവും 2 ലക്ഷവും. അനു ഗെറ്റ്സ് എ സാലറി ഓഫ് റുപ്പീസ് 1 lakh rupees 1,500 per month, and Binu gets a commission of rupees 6,000 for the year. അനുവിന് സാലറി കിട്ടുന്ന 1,500 രൂപയാണ് ഒരു മാസം. ബിനുവിന് ആകെ കമ്മീഷൻ ഒരു വർഷം 6,000. ഓക്കെ. ദ ഡ്രോയിങ്സ് റുപ്പീസ് 10,000 ആൻഡ് റുപ്പീസ് 20,000 റെസ്പെക്റ്റീവ്ലി. യഥാക്രമം അവരുടെ ഡ്രോയിങ്സ് 10,000-ഉം 20,000-ഉമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അനു 200, ബിനു 300. ഓക്കെ. ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ was rupees 37,500 before the above adjustments. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നതിന് മുമ്പുള്ള ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 37,500 രൂപയാണ്. ഓക്കെ. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനറൽ എൻട്രീസ് ആവശ്യമില്ല. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഏത് മെത്തേഡാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, അതായത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ. കറണ്ട് അക്കൗണ്ട് ആവശ്യമില്ല. ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ നോക്കാവുള്ളൂ. സോ ആൻസർ, പാർട്ട്നേഴ്സ്
അനു ആൻഡ് ബിനു അവരുടെ റേഷ്യോ 3:2, അതായത് 3/5, 2/5. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് 37,500. ശരിയാണെങ്കിൽ ശരി കൊടുക്കുക. ദെൻ ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അനു 200, ബിനു 300, ആകെ 500 എമൗണ്ട് കോളം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, അതിനാകെ 500 രൂപ എന്ന എമൗണ്ട് കോളത്തിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ശരി കൊടുക്കുക. ഓക്കെ. ഡെബിറ്റ് സൈഡിൽ ടു അനൂസ് സാലറി 1500 × 12, ഒരു മാസത്തെ 1500, അപ്പോൾ 12 മാസത്തേത് ഒരു വർഷത്തേതാണ് കണ്ടുപിടിക്കേണ്ടത്. 12 കൊണ്ട് ഗുണിക്കണം, 18,000. ചെറിയ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ടാവും, 1500 ഇവിടെ എഴുതിയിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെറ്റ് കൊടുക്കുക. ശരിയാണെങ്കിൽ ഒരു ശരി മാർക്ക് ഇവിടെ അടയാളപ്പെടുത്തുക, ഒരു ശരി ഇവിടെ കൊടുക്കുക, 18,000. ദെൻ ബിനൂസ് കമ്മീഷൻ 6,000, അത് വർഷത്തേതാണെന്നത് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആണെങ്കിൽ ഒരു ശരി ഇടുക. ദെൻ ഇത്രയും ശരികൾ നമ്മളിട്ട്, ഇത്രയും 1, 2, 3, 4 ശരി. ഓക്കെ. അടുത്തത് ഡിവിസിബിൾ പ്രോഫിറ്റ്, അതായത് ഈ 38,000-ൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ സാലറിയും കമ്മീഷനും കുറച്ചാൽ കിട്ടുന്നതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ. അത് 14,000 കിട്ടും. 38,000-ൽ നിന്ന് 18, 6, 24,000 കുറച്ചാൽ 14,000 കിട്ടും. അത് അണ്ടർലൈൻ ചെയ്യുന്നു. അത് ഷെയർ ചെയ്യുന്നു 3:2-ൽ. ഈക്വൽ അല്ല, റേഷ്യോ തന്നിട്ടുണ്ട്. ടു അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3/5, 14,000 × 3 ഡിവൈഡഡ് ബൈ 5, 8,400. ടു ബിനൂസ് ക്യാപിറ്റൽ 2/5, 14,000 × 2 ഡിവൈഡഡ് ബൈ 5, 5,600. അങ്ങനെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു, 38,000 കിട്ടുന്നു. നമ്മളിട്ട ഓരോ ശരിക്കും ഓരോ മാർക്ക്. 5 ശരിയാണ് നമ്മൾ ആകെ ഇടുന്നത്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ എൻട്രിക്ക് ഒറ്റ ശരി ഇട്ടാൽ മതി. അപ്പോൾ 1, 2, 3, 4, 5 ശരി. 5 ശരിയാണെങ്കിൽ 5 മാർക്ക്. ഓക്കെ. 4 ശരിയാണെങ്കിൽ 4 മാർക്ക്. ഓക്കെ. അങ്ങനെ എത്ര ശരി മാർക്കുകൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അത്രയും മാർക്ക് നമുക്ക് ലഭിക്കും. ഓരോ മാർക്ക് വെച്ച് ലഭിക്കുന്നു. അപ്പോൾ ആകെ പരമാവധി 5 മാർക്കാണ് ഇതിനകത്ത് ഈ അക്കൗണ്ടിന് ലഭിക്കേണ്ടത്. ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സും നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 പാർട്ട്നേഴ്സിൻ്റെയും എമൗണ്ട് കോളംസ് എഴുതിക്കൊണ്ട് ഒന്നിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, അനുവിന് 1 lakh ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ബിനുവിന് 2 lakhs ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിന് ശരിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ടിക്ക് മാർക്ക് കൊടുക്കുക, ഒരു ശരി കൊടുക്കുക. ദെൻ ബൈ സാലറി, അനുവിൻ്റെ കോളത്തിൽ മാത്രം 18,000, ബിനുവിൻ്റെ കോളത്തിലില്ല. അപ്പോൾ കോളം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. ശരിയായിട്ട് കോളത്തിൽ ശരിയായ എമൗണ്ട് റെക്കോർഡ് ചെയ്താൽ ഒരു ടിക്ക് കൊടുക്കുക. ഓക്കെ. കമ്മീഷൻ, അത് അനുവിനില്ല, ബിനുവിന് മാത്രം 6,000, അത് ശരിയായിട്ടുണ്ടെങ്കിൽ ഒരു ശരി കൊടുക്കുക. ദെൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ അവസാനം കിട്ടിയ ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,400, അനു, ബിനു 5,600, ഒരു ശരി കൊടുക്കുക, ഒറ്റ ശരി കൊടുത്താൽ മതി. ഓക്കെ. പർട്ടിക്കുലർ കോളത്തിൽ ആ ശരിയും കിട്ടാൽ മതി. ദെൻ തെറ്റാണെങ്കിൽ എമൗണ്ട് തെറ്റിപ്പോയാലും അവിടെ തെറ്റ് തന്നെ ഇടുക ഇവിടെ. ദെൻ ടു ഡ്രോയിങ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യും. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഡ്രോയിങ്സ് എടുക്കാത്തുള്ളൂ. ഓക്കെ. ഡ്രോയിങ്സ് 10,000 അനു, 20,000 ബിനു. ശരിയാണെങ്കിൽ ഡ്രോയിങ്സിന് നേരെ ഒരു ശരി ഇടുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അനു 200, ബിനു 300. എമൗണ്ട് കറക്റ്റ് ആയിരിക്കണം, മാറിപ്പോരുത്. എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നേരെ ഒരു ശരി ഇടുക. ഓക്കെ. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡാണ് രണ്ടുപേരുടെയും കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ അനുവിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1,16,200, ബിനുവിൻ്റെ 1,91,300. നമ്മൾ എത്ര ശരി ഇട്ടിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആണെങ്കിൽ 1, 2, 3, 4, 5, 6. ഓക്കെ. അപ്പോൾ നമ്മൾ മാർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ, അത് ശരിയുണ്ടെങ്കിൽ ഒരു മാർക്ക്. അതിന് സാലറിക്ക് 1/2 മാർക്ക്, കമ്മീഷൻ 1/2 മാർക്ക്. ഓക്കെ. അപ്പോൾ 1, 1.5, 2 മാർക്ക്.
അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1 മാർക്ക്, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, അപ്പം 3 മാർക്കായി. ഡ്രോയിങ്സ് 1 മാർക്ക്, അപ്പോൾ 4 മാർക്കായി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകെ 5 മാർക്കായി. 5 ഐറ്റംസ് നമ്മൾ ശരിയായിട്ട് എഴുതിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് വരും. ബാലൻസിന് മാർക്ക് കൊടുക്കേണ്ട, ബാക്കിയുള്ള ഐറ്റംസ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ബാക്കിയുള്ള ഐറ്റംസ് ശരിയായി രേഖപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് കറക്റ്റ് ആവും. അതുകൊണ്ട് ബാലൻസിന് പ്രത്യേകിച്ച് മാർക്ക് കൊടുക്കുന്നില്ല, ബാക്കിയുള്ള ഐറ്റംസിനാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആകെ 5 മാർക്ക്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആകെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് 5 മാർക്കും ക്യാപിറ്റൽ അക്കൗണ്ട്സിന് 5 മാർക്കും കൂട്ടി ആകെ 10 മാർക്കാണ് ലഭിക്കുന്നത്. ശരിയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടും ശരിയാണെങ്കിൽ 10 മാർക്ക് കൊടുക്കാം. ഇനി എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.